അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളോട് അല്ലാഹു തആല പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിന്റെ മേഖലകളിലൂടെ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ, നിങ്ങൾ ചലിക്കുമ്പോൾ, നിങ്ങൾ അന്വേഷണം നടത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്താനുള്ള ഓരോ മാർഗങ്ങളും നിങ്ങൾ നേടണം എന്ന് നമ്മോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ഓർമ്മപ്പെടുത്തുന്നതിലുപരിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഒരുപാട് അനുഗ്രഹങ്ങളും അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ വാഗ്ദാനം ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ അല്ലാഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. ദുനിയാവിൽ നമ്മൾ ചെയ്യേണ്ടതും ആ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പല നന്മകളും നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുമ്പോൾ അല്ലാഹുവേ അതിൻ്റെ പിറകിൽ പടച്ച തമ്പുരാൻ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് മനുഷ്യരായ നമ്മോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ഉമ്മുൽ മുഅ്മിനാത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ ഒരു ദിവസം അതാ അവിടുന്ന് പറയുകയാണ്, ഒരു ദിവസം തന്റെ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വല്ലാത്ത ഉറക്കം വരികയാണ് ആയിഷ ബീവിക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് ഉറങ്ങുകയാണ്. അവിടുന്ന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പടച്ച റബ്ബേ സ്വപ്നം കാണുകയാ. എന്താ സ്വപ്നം കാണുന്നതെന്നറിയോ? പടച്ചവനെ, പരലോകമാണ് സ്വപ്നം കാണുന്നത്. പരലോകമാണ് സ്വപ്നം കാണുന്നത്. ആ പരലോകത്തിന് എന്താണ് സ്വപ്നം കാണുന്നതെന്നറിയോ? റബ്ബേ, ഹിസാബ് നടക്കുകയാ, ഹിസാബ് നടക്കുകയാണ്. ആ ഹിസാബ് നടക്കുമ്പോഴും ഒരു സഹോദരി അവിടെ കാണുന്നുണ്ട്. എങ്ങനെയുള്ള സഹോദരി എന്നറിയോ? ഉഹദ് മലയോളം വലുപ്പത്തിലാണ് ആ സഹോദരിയുടെ നന്മ തിന്മകളെ കാണുന്നത്, നന്മകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത പ്രകാശം മുഖത്തുണ്ട്. പടച്ച റബ്ബേ, ഒരുപാട് സന്തോഷത്തിലിരിക്കുന്ന ഈ സഹോദരിയെ കാണാൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത താല്പര്യമായി. അതാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉണ്ടല്ലോ, പടച്ചവനെ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അവിടുന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതിന്റെ ശേഷം തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നിട്ടതാ അന്വേഷിച്ചുകൊണ്ട് കടന്നു പോവുകയാ. എന്താ അന്വേഷിച്ചുകൊണ്ട് കടന്നു പോകുന്നതെന്നറിയോ? പടച്ചവനെ, നേരം വെളുത്തപ്പോ തന്റെ നാട്ടിലൂടെ ഇറങ്ങി നടന്നിട്ട് പോകുന്നത് എവിടെയാണ് ഈ സഹോദരി ഇരിക്കുന്നത്? ആരായിരുന്നു ഈ സഹോദരി എന്നറിയാൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത താല്പര്യമായി. അതാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ കുറെ ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെ നിന്നൊരു വഴിയിലൊരു സുന്ദരിയായ പെണ്ണിരിക്കുന്നുണ്ട്. ശരീരം മറച്ചുകൊണ്ട് സുന്ദരിയായ ഒരു പെണ്ണിരിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ മുഖത്തോക്ക് നോക്കുമ്പോ പടച്ചവനെ, നേരത്തതാ സ്വപ്നത്തിൽ വന്ന അതേ സ്ത്രീയാണല്ലോ ഇത്. അതാ സ്ത്രീയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാ അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങളെ കുറിച്ച് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എല്ലാ അടയാളങ്ങളും നോക്കുമ്പോ അതേ സ്ത്രീയാണ്, സ്വപ്നത്തിൽ കണ്ട അതേ സ്ത്രീയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വാഗ്ദാനം, ഉഹദ് മലയേക്കാൾ അനുഗ്രഹം സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് വലിയ സ്ഥാനമാനം ഞാൻ കണ്ടു. നാളെ പരലോകത്ത് നിങ്ങൾ വലിയ ഹൈറിലായി നിഅമത്തിലായി ഞാൻ നിങ്ങളെ കണ്ടു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ. ഇത് പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രക്ക് ഹൈറ് ലഭിച്ചത്? എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്. അവിടെ നിന്ന്
അവിടെ നിന്ന് 7 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതാ അവിടെ നിന്ന് 7 കാര്യങ്ങൾ ഈ സഹോദരി അവിടെ നിന്ന് പറയുകയാണ്. അതാ 7 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം അവിടെ നിന്ന് ഒന്നാമതായിട്ട് പറഞ്ഞു, രണ്ടാമതായിട്ട് പറഞ്ഞു, മൂന്നാമതായിട്ട് ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ എണ്ണി പറയുകയാണ്. എന്നാൽ നമ്മളതിൽ നിന്ന് രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടത്. അതാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുണ്ടല്ലോ, ഈ കാര്യം അവിടെ നിന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയോ? രണ്ടാമതായിട്ട് പറയുകയാണ്, മാ അറത്തു സായില, ആരെങ്കിലും എന്റെ മുമ്പിലേക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ചോദിച്ചുകൊണ്ട് കടന്നു വന്നാൽ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വന്നാ അവരെ ഞാൻ ഒരിക്കലും തട്ടാറില്ല. എന്തെങ്കിലും അവിടെ കൈവെള്ളയിലേക്ക് ഞാൻ കൊടുക്കാറുണ്ടെന്ന് അതാവിടെ നീ സഹോദരി പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതാ നമ്മളും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുമ്പിലേക്ക് ആരെങ്കിലും സഹായം ചോദിച്ചുകൊണ്ട് കടന്നു വന്നാ അവര് നമ്മൾ വെറുതെ ആക്കരുതേ. അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണേ, അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണേ. പടച്ചവനെ, പാവങ്ങൾ പട്ടിണിയാണോ, എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിനകത്തുണ്ടോ എന്ന് അയൽപക്കത്തുള്ളവർ ചോദിക്കുമ്പോ ഉള്ളത് തന്റെ വീട്ടിനുള്ളത് കൊടുത്തു കൊടുത്തോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാ, ഉഹദ് മലയോളം വലുപ്പത്തില് നിനക്ക് അല്ലാഹു തആല നാളെ പരലോകത്തെ പ്രതിഫലം നൽകുകയാണ്. അതാ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് ആ സഹോദരി അവിടുന്ന് രണ്ടാമതായിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ഈ ഒരു കാര്യമുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അതിന്റെ തൗഫീഖ് നൽകണേ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അവിടുന്ന് രണ്ടാമത്തെ കാര്യമാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് കടന്നു വന്നാൽ അവരുടെ കയ്യിലേക്ക് നമ്മൾ അത് എടുത്തു കൊടുക്കണം. മനസ്സിലായോ? അവരുടെ കയ്യിലേക്ക് നമ്മൾ അത് എടുത്തു കൊടുക്കുക. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മടക്കാൻ പാടില്ല. പല ആളുകളും ചെയ്യുന്ന പ്രവണത അതാണ്. പല ആളുകളും ചെയ്യും എന്ത്, അവരുടെ കയ്യിലുണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അല്ലെ, വീട്ടിലുണ്ടാകും, പക്ഷേ കൊടുക്കൂല. അല്ലെങ്കിൽ ഇവിടെ ഇല്ല എന്ന് പറയാ. വല്ല അത്യാവശ്യമായിട്ട് വല്ല പിരിവിന്റെ ആളുകളും വന്ന ഇവിടെ വീട്ടുനാഥൻ ഇവിടെ ഇല്ല എന്ന് പറയാ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ചില സമ്പ്രദായ സിസ്റ്റങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ കാണാറുണ്ട്. പല വീടുകളിലും മറ്റുമൊക്കെ നമ്മൾ സ്വതക്ക കൊടുക്കണം. പാവങ്ങളെ കണ്ടറിഞ്ഞിട്ട് നമുക്ക് സഹായിക്കാൻ കഴിയണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇനി അങ്ങനെ ഒരാൾ പാപങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് സഹായിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. ഈ ചരിത്രം ശരിക്കും ശ്രദ്ധിച്ചോ. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു പാവപ്പെട്ട സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അവിടെ നിന്ന് പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നബിയേ, ഇതാ ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ് നബിയേ. എന്താണ് എന്റെ പ്രയാസമെന്നറിയോ? എന്റെ വീടിന്റെ മുമ്പില് മറ്റൊരാളുടെ ഈത്തപ്പന മരമുണ്ട് നബിയേ. ആ ഈത്തപ്പന മരത്തിന്റെ കാര്യമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടത്തോടു കൂടെ പറയുകയാണ്, ആ ഈത്തപ്പന മരത്തിന്റെ ഈത്തപ്പഴമുണ്ടല്ലോ എന്റെ വീടിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുകയാണ്. അതാ ഞാൻ പുറത്തു പോയിട്ട് പല സമയത്തും തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്റെ മക്കളുണ്ടല്ലോ ആ ഈത്തപ്പഴം എടുത്തിട്ട് പല സമയത്ത് ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് മറ്റുള്ളവരുടേതല്ലേ, അവർക്കത് ഇഷ്ടമുണ്ടോ എന്ന് പറയാൻ കഴിയില്ലല്ലോ.
അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പ്രയാസത്തിലാണ്, ഞാൻ വേദനയിലാണ്. എൻ്റെ മക്കളത് എടുത്ത് കഴിക്കുമ്പോ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഞാൻ കടന്നു ചൊല്ലുമ്പോ അതിന് ഞാനും എൻ്റെ മക്കളും റബ്ബിന്റെ മുമ്പിൽ ഹിസാബ് പറയണ്ടയോ? അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളാ ഈത്തപ്പന മരമുണ്ടല്ലോ, എനിക്കൊന്ന് വാങ്ങിച്ചു തരുമോ നബിയേ? അതാ പ്രവാചകന്റെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് പ്രയാസം പറയുന്ന ഈ സഹാബി ഉണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അതാ സഹാബിയോട് പറയുകയാ, നിങ്ങൾ വിഷമിക്കണ്ട, ഒരു പരിഹാരം ഞാൻ കാണിച്ചു തരാ. ഈ സഹാബി അവിടുന്ന് കടന്നു വന്നുകൊണ്ട് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ വായക്കകത്ത് നിന്ന് പോലും ഞാൻ കൈയിട്ടിട്ടോ, അത് ഛർദിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട് നബിയേ, ഛർദിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട് നബിയേ. എന്നാലും അള്ളാന്റെ മുമ്പിൽ ഞാൻ ഇതിന് കണക്ക് പറയേണ്ടി വരുമല്ലോ, റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഇതിന് കണക്ക് പറയേണ്ടി വരുമല്ലോ. എന്നെ വല്ലാത്ത ഭയപ്പെടുത്തുന്നു നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അതാ അവിടെ നീ സ്വഹാബി സങ്കടം ബോധ്യപ്പെടുത്തുമ്പോ അതാ ഈ തപ്പന മരത്തിന്റെ തോട്ടത്തിന്റെ ഉടമയെ റസൂലുള്ള വിളിക്കുകയാണ്. എന്നിട്ടതാ അവിടുന്ന് പറയുന്നു, നിങ്ങളുണ്ടല്ലോ, ഇതാ ഈ തപ്പന മരം നിങ്ങൾ എനിക്കൊന്ന് വിൽക്കുമോ? നിങ്ങൾ എനിക്കൊന്ന് വിൽക്കുമോ? കാരണം എന്തെന്നറിയോ? അതിന്റെ പേരിൽ എന്റെ സ്വഹാബി വല്ലാത്ത പ്രയാസത്തിലാണ്, എന്റെ സ്വഹാബി വല്ലാത്ത പ്രയാസത്തിലാണ്. നിങ്ങളത് എനിക്ക് വിറ്റാൽ ഏത് സംഖ്യയാണ് നിങ്ങൾ ചോദിക്കുന്നത്? എത്ര രൂപയാണ് നിങ്ങൾ ചോദിക്കുന്നത്? അത് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ മനുഷ്യനോട് പറയുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ, എന്റെ ഈത്തപ്പന തോട്ടമുണ്ടല്ലോ, ആ ഈത്തപ്പന തോട്ടത്തില് ഏറ്റവും കൂടുതൽ വിളവെടുപ്പുള്ള, ഏറ്റവും അനുഗ്രഹമായ, ഏറ്റവും നല്ല ഈത്തപ്പഴമുള്ള മരമാണിത്. അതുകൊണ്ട് അത് എന്നോട് ചോദിക്കരുത് എന്ന് അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ അവിടെ നീ ഉടമ പറയുകയാണ്. റസൂലുള്ള അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾക്കിതിന് പകരം ഞാൻ തരുന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗലോകത്ത് ഞാൻ നൽകുന്നത് വലിയ വലിയ അനുഗ്രഹമാണല്ലോ, വലിയ അനുഗ്രഹമാ. يسير الراكب في ظلها 100 عام. ആ കാണുന്ന ഈത്തപ്പനത്തോട്ടം, ഈത്തപ്പന മരമുണ്ടല്ലോ, അതിന്റെ പകരം ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങളുടെ ഒരു വാഹനപ്പുറത്ത് കയറുകയാണ്. ഒരു വാഹനപ്പുറത്ത് കയറിയിട്ട് ആ വാഹനത്തിലോ നിങ്ങളിങ്ങനെ സഞ്ചരിക്കുകയാണ്. എത്ര വർഷം എന്നറിയോ? സ്വർഗത്തിൽ അല്ലാഹു തആല കൊടുക്കുന്ന ഈത്തപ്പനത്തെ കുറിച്ചാ, ഈത്തപ്പനയെ കുറിച്ചാ പറയുന്നത്. സ്വർഗത്തിൽ അല്ലാഹു തആല കൊടുക്കുന്ന ഈത്തപ്പന മരത്തെ കുറിച്ച്. ഇതെന്തിന്? സാധാരണ ഈത്തപ്പന മരത്തിന് പകരമായിട്ട് സ്വർഗത്തിൽ അല്ലാഹു തആല കൊടുക്കുന്ന ഈത്തപ്പഴത്തെ കുറിച്ച്, അതിന്റെ മരത്തെ കുറിച്ച് പറയാം. എന്താ പറയുന്നേ? ഒരു തലക്ക നിന്ന് മറ്റേ തലക്ക് എത്തണമെങ്കിൽ വാഹനത്തില് നിങ്ങൾ 100 വർഷം യാത്ര ചെയ്യണം, എന്നാലേ ഒരു തലയിൽ നിന്ന് മറ്റേ തലക്ക് എത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഈത്തപ്പഴ മരം നിങ്ങൾക്ക് അള്ളാന്റെ സ്വർഗത്തിലുണ്ട് എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ട, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞത് വേണ്ട, എനിക്ക് ഇത് മതി അല്ലേ, എനിക്കിത്. കാരണം ആ മനുഷ്യൻ മുനാഫിക്കായിരുന്നു എന്നാണ്, ഹൃദയത്തിനകത്ത് വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു. അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് അവർക്കൊക്കെ ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യനോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂദ്ദഹദാ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് എണീറ്റു. അതാ അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്,
നിങ്ങളാ പറഞ്ഞിട്ടുള്ള ഈത്തപ്പഴമരമുണ്ടല്ലോ, അതിന് വല്ലാതെ ഞാൻ കൊതിക്കുന്നുണ്ട് നബിയേ. അത് അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, ആ മുമ്പിലിരിക്കുന്ന മനുഷ്യനെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ ഈത്തപ്പനത്തോട്ടത്തില് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈത്തപ്പഴമരമുണ്ടല്ലോ, ആ ഈത്തപ്പനമരം നിങ്ങൾ എനിക്ക് തരുവോ? അത് നിങ്ങളെന്ന് എനിക്ക് തരുവോ? അതാവിടുന്ന് ചോദിക്കേണ്ട താമസമതാ. ആ മനുഷ്യൻ അവിടുന്ന് പറയുകയാണ്, ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും തരുന്നതല്ല. അബൂദഹദാ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ എനിക്കത് തന്നാൽ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? അത് നൽകാൻ ഞാൻ തയ്യാറാണ്. ഇത് പറയേണ്ട താമസമതാ. ആ മനുഷ്യൻ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ എനിക്ക് തരേണ്ടതെന്തെന്നറിയോ? നിങ്ങളുടെ ഏകദേശം 600ഓളം മരങ്ങളുള്ള ഈത്തപ്പന തോട്ടമുണ്ടല്ലോ, അത് നിങ്ങൾ എനിക്ക് തരുവോ? ആ ഈത്തപ്പന തോട്ടത്തിലുള്ള കൊട്ടാര സമാനമായ നിങ്ങളുടെ വീടുണ്ടല്ലോ, ആ വീട് നിങ്ങൾ എനിക്ക് തരുവോ? എന്നാൽ ഈ കാണുന്ന ഈത്തപ്പഴം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് അതാവിടെ നീ മഹാനായ സ്വഹാബിയോട് പറയുമ്പോ അതാ സ്വഹാബി അവിടുന്ന് പറയുന്നു, തരാമല്ലോ, നീ എടുത്തോ, എനിക്കത് വേണ്ട. ഈ പകരം എനിക്ക് ഈ ഒരൊറ്റ ഈത്തപ്പഴത്തിന്റെ മരം മതിയെന്ന് അതാവിടുന്ന് പറയുകയാ. കച്ചവടം നടക്കുകയാണ്. അങ്ങനെ കച്ചവടം നടന്നു. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂദഹദാ റളിയല്ലാഹു തആല അൻഹു കച്ചവടം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്, അലീന ഖലതു ഫിൽ ജന്ന, നബിയേ, ആ പറഞ്ഞ ഈത്തപ്പന മരമുണ്ടല്ലോ, അത് സ്വർഗത്തിൽ എനിക്കുണ്ടോ നബിയേ? നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈത്തപ്പന മരമുണ്ടല്ലോ, അത് സ്വർഗത്തിൽ എനിക്ക് കിട്ടുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാവിടുന്ന് പറയുകയാ, ഒരിക്കലും അത് മാത്രമല്ല, ഒരിക്കലും അത് മാത്രമല്ല. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലക ഫിൽ ജന്നതി ബസാതീൻ മിനൻ നഖീൽ. മോനെ അബൂദഹദാ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നൽകുന്ന കാര്യം എന്തെന്നറിയോ? ഈ പോലത്തെ ഇതുപോലത്തെ ഒരു ഈത്തപ്പഴമല്ല, ഒരൊറ്റ ഈത്തപ്പന മരമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു തലയിൽ നിന്ന് ഒരു തല വരെ എത്തണമെങ്കിലോ വാഹനപ്പുറത്ത് 100 വർഷം യാത്ര ചെയ്യണമെന്ന. അങ്ങനെയുള്ള എത്ര ഈത്തപ്പഴമാ നൽകുന്നത്? അങ്ങനെയുള്ള എത്ര ഈത്തപ്പഴമാ നൽകുന്നത്? അല്ലാഹുവേ, ഈത്തപ്പനയുടെ തോട്ടമാ കൊടുക്കുന്നത്. ഒന്നേ നേരത്തെ റസൂലുള്ള പറഞ്ഞുള്ളൂ, അബൂദഹദാ തങ്ങൾ പാപമായ സ്വഹാബിയെ സഹായിക്കുന്നത് കണ്ടപ്പോ തന്റെ 600ഓളം വലുപ്പം വരുന്ന അല്ലാഹുവേ ഈത്തപ്പഴ മരങ്ങളുള്ള ഈത്തപ്പന തോട്ടം അവിടുന്ന് ആ മനുഷ്യന് കൊടുക്കുകയാ. അതുകൊണ്ട് അല്ലാഹു തആല കൊടുത്ത പ്രതിഫലമാ. സഹാബാ, നീ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് തോട്ടമാ തരുന്നത്. അങ്ങനത്തെ ഒരുപാട് വലുപ്പമുള്ള ഈത്തപ്പന തോട്ടമാ തരുന്നത്. ആ ഈത്തപ്പന തോട്ടത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അതിൽ എത്രത്തോളം ഈത്തപ്പന മരമുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല സ്വഹാബാ, എനിക്ക് പോലും അറിയില്ല സ്വഹാബാ. അത്രത്തോളം വിശാലമാ, അത്രത്തോളം വിശാലമാ. അങ്ങനത്തെ ഈത്തപ്പന തോട്ടമാണ് എൻ്റെ പ്രിയമുള്ളവരെ. അത്രത്തോളം ഈ വലുപ്പമുള്ള ഈത്തപ്പന തോട്ടമാ തരുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്രക്കൊന്നും പ്രതിഫലം നേടാൻ കഴിയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന നന്മ കൊണ്ട് എന്തേലൊക്കെ നേടാൻ കഴിയുമല്ലോ, അല്ലേ? നേടാൻ കഴിയുമല്ലോ. ഈ സ്വഹാബിയുടെ അവിടുന്നുള്ള ആ ഒരു വലിയ ആ ഒരു ദൗത്യം നോക്കൂ നിങ്ങൾ. എൻ്റെ ഒരു സ്വഹാബി വിഷമം അനുഭവിക്കാൻ, ഞാൻ എൻ്റെ സ്വഹാബി ആ വിഷമം അനുഭവിക്കാൻ ഞാൻ വിടൂല, അല്ലേ? എന്തൊരു സന്തോഷമായിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ. കൂട്ടുകാരെ തമ്മിലുള്ളത്, അല്ലെ? ആ ഒരു ബന്ധം അതിനകത്തുണ്ട്. അള്ളാന്റെ പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത ആ ഒരു വാഗ്ദാനം അവിടെ നിന്ന് നിറവേറാനുള്ള റബ്ബിന്റെ ആ ഒരു പ്രതിഫലം അത്രക്കും വലിയ അനുഗ്രഹമല്ല അല്ലാഹു തആല പറഞ്ഞു. അത് കിട്ടാനുള്ള ആ ഒരു ആർത്തി, ഇതാണ് അവിടെ നടന്നത്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ കൂടെ അല്ലാഹു തആല നമ്മളെ സ്വർഗ്ഗത്തിലാക്കട്ടെ. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്താണ് അതാ അവിടുന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ഉറങ്ങി വരികയാണ്. എന്നിട്ടതാ അവിടുന്ന് ഓതുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലൈലി ഇദാ യഗ്ശാ والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അതാ അവിടുന്ന് പറയുകയാണ്, അതാ മൂടി വരുന്ന രാവിലെ തന്നെയാണ് സത്യം. അതാ ഇരുട്ടിനെ അവിടുന്ന് സത്യം ചെയ്തുകൊണ്ട്, രാത്രിയെ സത്യം ചെയ്തുകൊണ്ട് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ. അതാ പകലിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചതിലെ വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ, അതിനെ അവിടുന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്, ഇന്ന സഅയകും ലശത്താ. തീർച്ചയായിട്ടും ഈ വിഭാഗങ്ങളുടെയൊക്കെ കർമ്മങ്ങള്, എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് വ്യത്യസ്തമാണല്ലോ. അതാ അവിടെ നിന്ന് വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാ, ഫഅമ്മാ മൻ അഅതാ വത്തഖാ. ഏതൊരാളാ ദാനം ചെയ്യുന്നത്, പാവങ്ങളെ സഹായിക്കുന്നത്, ഏതൊരാളാ പാവങ്ങളെ സഹായിക്കുന്നത്, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത് പറയുകയാ. ഏതൊരാളാ സൂക്ഷ്മത പാലിച്ചിട്ടുള്ളത്, വസദ്ദഖ ബിൽ ഹുസ്നാ, ഏറ്റവും ഉത്തമമായതിന്റെ സത്യപ്പെടുത്തുകയും ചെയ്തവരാരാ, ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അവനും നാം ഏറ്റവും കൂടുതൽ എളുപ്പമാക്കിയതാ, എളുപ്പമാക്കി കൊടുക്കുകയാ, സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതാ. എന്താ ഇത്? ആരെ കുറിച്ചാ പറഞ്ഞതെന്നറിയോ? മഹാനായ അബൂ ദഅദാ റളിയല്ലാഹു തആല അൻഹു. അതാവിടെ നീ ചെയ്തിട്ടുള്ള ത്യാഗത്തെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. എന്നാ തന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് വേദന സഹിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അതാ കടന്നു വന്ന സ്വഹാബിയെ അതാ പ്രവാചകർ അവിടുന്ന് ചോദിച്ചല്ല തോട്ട ഉടമയോട്, നിങ്ങളിതൊന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോ അതിനെ നിസ്സാരമാക്കി തള്ളിയവര്, ആ തള്ളിയ മുനാഫിക്കായ മനുഷ്യനെ കുറിച്ചിട്ട് അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഓതികൊണ്ട് പറയുകയാണ്, വഅമ്മാ മൻ ബഖില വസ്തഗ്നാ. എന്നാൽ ആരാ പിശുക്ക് കാണിച്ചിട്ടുള്ളത്, ആരാ പിശുക്ക് കാണിച്ചിട്ടുള്ളത്, ആ പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, വകദ്ദബ ബിൽ ഹുസ്നാ. ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ച് തള്ളുകയും ചെയ്തവരുണ്ടല്ലോ, ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അവനും നാം ഏറ്റവും പടച്ച റബ്ബേ
അവന്റെ ഏറ്റവും കൂടുതൽ മോശത്തരങ്ങളിലേക്ക്, തെറ്റിലേക്ക്, പ്രയാസത്തിലേക്ക്, ഞെരുക്കത്തിലേക്കുള്ള സൗകര്യം ഞാൻ അവനിക്ക് എളുപ്പമാക്കുമെന്ന്, അവനിലേക്ക് എത്തിക്കുമെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ. വമായുനി അൻഹുമാലുഹു ഇദാ തറദ്ദാ, അവൻ നാശത്തിൽ പതിക്കുമ്പോ അവന്റെ ധനമുണ്ടല്ലോ, ദുനിയാവിൽ കൊടുക്കാതെ പിടിച്ചു വെച്ച ധനമുണ്ടല്ലോ, ഒരിക്കലും തന്നെ അവനക്ക് പ്രയോജനപ്പെടില്ലെന്ന് അതാ വിശുദ്ധമായ ഖുർആൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു നോക്കൂ. ദാനധർമ്മം ചെയ്ത അബൂദ്ദഹ്ദാ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്, അബൂദ്ദഹ്ദായെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന പ്രതിഫലം എന്താ? നിങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത് നിങ്ങൾ കൊടുത്തതിന് അല്ലാഹു തആല നിങ്ങൾക്ക് നന്മയിലേക്ക് എളുപ്പം നൽകുകയാണ്, പ്രയാസങ്ങൾ മാറുകയാണ്, എല്ലാത്തിനും ഹൈർ നൽകുകയാണ്. എന്നാ പിടിച്ചു വെച്ചവനെ കുറിച്ച് പറഞ്ഞു, നിനക്കും അല്ലാഹു തആല എളുപ്പം നൽകും. എന്തിനേക്കാ? പ്രയാസത്തിലേക്ക്, കുരുക്കിലേക്ക്, ഞെരുക്കത്തിലേക്ക് നിനക്ക് അല്ലാഹു തആല എളുപ്പം നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പൊ കൊടുക്കുന്നവന് നമ്മൾ പറയുമല്ലോ, ഒഴുകുന്ന വെള്ളത്തിനകത്ത് ബറക്കത്തുണ്ട്, അല്ലെ? ഒഴുകുന്ന വെള്ളത്തിലാ തെളിച്ചമുള്ളത് എന്ന് പറയും. അതേപോലെ തന്നെ കൊടുക്കുക, നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴാണ് ഈ പിന്നീടും അതിലേക്ക് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരുപാട് വെള്ളമുണ്ടാകും, നമ്മൾ തോട്ടിനകത്ത് ഇങ്ങനെ കെട്ടി, മഴക്ക വറ്റി നിൽക്കുന്ന സമയത്തുണ്ടാവും, ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടാകും. കെട്ടി നിർത്തുന്ന സമയത്ത് അതിനകത്ത് ഇല ചാടിയിട്ട്, അതുപോലെ തന്നെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പായൽ പോലെ ഇങ്ങനെ പിടിച്ചിട്ട് കുറെ വെള്ളം ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ അവിടുന്ന് ഒരു പ്രയാസം സൃഷ്ടിച്ച രീതിയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, അല്ലേ? ഒരു പ്രയാസം സൃഷ്ടിച്ച രീതിയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. എന്നാലോ ചിലപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, അതിങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിനകത്ത് നമുക്ക് തെളിച്ചം കാണാൻ കഴിയും, അല്ലേ? തെളിച്ചം കാണൂലേ? എന്നാ അതുപോലെയാണ് ഈ സംഭവം. അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ. നമ്മള് അകമഴിഞ്ഞിട്ട് പാവങ്ങൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അള്ളാഹിന്റെ സഹായം ഇറക്കും. അല്ലെങ്കിലോ സഹായം ഉണ്ടാവില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലേ? ഇൻഷാ അല്ലാഹ് പാവങ്ങളെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ എൻ്റെ പ്രിയമുള്ളവരെ നമുക്കതിന് കഴിയണം. അല്ലാഹു ബോധം നൽകട്ടെ. പാവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും, നമ്മുടെ അയൽപക്കത്തുണ്ടാകും. നമ്മുടെ കയ്യിൽ ഉള്ളതെന്താണോ അത് കൊടുത്തിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല സമ്പത്ത് നമുക്ക് തന്നില്ലേ? പടച്ചോനല്ലേ നമുക്ക് സമ്പത്ത് തന്നത്? ആരാ തന്നത്? പടച്ചോനല്ലേ, അല്ലേ? നമുക്ക് കീശയിൽ 10 രൂപ ഉണ്ടെങ്കിൽ ആ 10 രൂപ തന്നതാരാ? അല്ലാഹു തആലയാ. പിന്നെ ആ റബ്ബ് പറഞ്ഞത് നമ്മൾ കേൾക്കണ്ടടാ, അല്ലേ? ആ റബ്ബ് നമുക്ക് സമ്പത്ത് തന്നത് അള്ളയല്ലേ? എന്നാ പിന്നെ ആ അള്ള പറയുന്നത് നമ്മൾ കേൾക്കണ്ടേ, അല്ലേ? നമ്മൾ ആ റബ്ബ് നമ്മൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കണം. ഇതാ നമ്മുടെ ചിന്ത, അല്ലേ? പരാതിയാ, എന്ത്? എനിക്ക് കടവാ, എനിക്ക് രോഗവാ, എനിക്ക് മറ്റു പ്രയാസങ്ങളാ. ഇത് എല്ലാം അല്ലാഹുവിന്റെ തലയിൽ നമ്മൾ കെട്ടിവെക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല എന്തൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും ചെയ്യാനും നമ്മൾ തയ്യാറല്ല, അല്ലേ? ഇതല്ലേ നമ്മുടെ അവസ്ഥ? ഒരു പ്രയാസം വന്ന പടച്ചോന്റെ മുമ്പിൽ നമുക്ക് പരാതി, എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതും നമ്മോട് ചെയ്യാൻ ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇതൊന്നും നമ്മൾ ചെയ്യൂലടാ. കുറ്റം പറയരുത്, കളവ് പറയരുത്, ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കരുത്, ഹറാമുകൾ കാണരുത്, കേൾക്കരുത്, അല്ലേ? എന്നാലോ ഒരു പ്രയാസം വന്നാ പറയും, നമ്മൾ പറയും, ഓ റബ്ബ് എന്നെ കൈവിട്ടു എന്നാ തോന്നുന്നേ. ഇത് നമ്മുടെ സ്വഭാവ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പറയുകയാണ്, ദുനിയാവും ആഖിറവും റബ്ബിന്റെ മുമ്പിൽ നമുക്ക് വെളിച്ചമാക്കാൻ കഴിയണോ? അതാ അവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സദഖ ചെയ്യാൻ, ഒരുപാട് നന്മകൾ ചെയ്യാൻ. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പടച്ച തമ്പുരാന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണെന്നറിയോ? പടച്ചവനെ, പാപങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് തന്റെ മുമ്പിലേക്ക് കടന്നു വന്നവർക്ക് അവിടുന്ന് ദാനധർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാരാ? അവരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നാ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാരാ? പടച്ചു തമ്പുരാന് ഇഷ്ടമില്ലാത്തവനാരാ? അള്ളാന്റെ മലക്കുകൾക്ക് ഇഷ്ടമില്ലാത്തവനാരാ? അള്ളാഹുവിന്റെ മുമ്പിൽ പരാജയപ്പെട്ടവനാരാ? അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സമ്പത്ത് പിടിച്ചു വെക്കുന്നവനുണ്ടല്ലോ, സമ്പത്ത് പിടിച്ചു വെക്കുന്നവനുണ്ടല്ലോ, പാവങ്ങളെ സഹായിക്കാത്തവനുണ്ടല്ലോ, അവനാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വനജായിലും സഖിയ്യൻ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വിവരമില്ലാത്ത ധർമ്മിഷ്ഠനെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. വിവരമുണ്ടാകൂല, പാവങ്ങൾക്ക് സഹായിക്കുന്നവനാണ്. കൂടുതൽ കിതാബൊന്നും ഓതിയിട്ടില്ല, നിസ്കാരമൊന്നും വല്ലാതെ അറിയില്ല, നിസ്കാരത്തിന്റെ ഫർളുകളോ ഷർത്തുകളോ ചോദിച്ചാൽ കൂടുതൽ പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളാണ്, എന്നാലും പാപങ്ങളെ സഹായിക്കുന്നവനാണ്. അവിടുന്ന് പിടിച്ചു വെക്കാറില്ല, സ്വഭാവമില്ല. അങ്ങനത്തെ മനുഷ്യനുണ്ടോ? അവനെ കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ പടച്ചു തമ്പുരാൻ ഇഷ്ടപ്പെട്ടവനാണ്. പിന്നെയോ ആരെക്കാളാണെന്നറിയോ? മിൻ ആബിദിൻ ബഖീൽ, മിൻ ആബിദിൻ ബഖീലിൻ. അല്ലാഹുവേ, ഒരുപാട് ഇൽമുണ്ട്, ഒരുപാട് അറിവുണ്ട്, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവനാണ്. എന്നാൽ അവനെക്കാളുമൊക്കെ ഏറ്റവും കൂടുതൽ പടച്ചു തമ്പുരാൻ ഇഷ്ടമുള്ളത് ഒന്നും അറിയാത്ത ദാനം ചെയ്യുന്നവനെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യന് തന്റെ കയ്യിനകത്ത് ഒന്നുമില്ല, പക്ഷേ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാകും, എനിക്ക് പാവങ്ങളെ സഹായിക്കണം, അല്ലേ? ചില ആൾക്കാർ അങ്ങനെയുണ്ട്, കയ്യിനകത്ത് സമ്പത്ത് ഒന്നും ഉണ്ടാവൂലടാ, എന്നാലും ഒന്നുമില്ലാത്തവനെ കാണുമ്പോ അവൻ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണീരൊഴിക്കും, പടച്ചോനെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അല്ലാ എന്നിങ്ങനെ എൻ്റെ പ്രിയമുള്ളവരെ അവരെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണീരൊഴിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുത്ത പ്രതിഫലമുണ്ട്. ഉണ്ടായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് എന്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്ന് പറയുന്നതല്ല, ഇല്ലാഞ്ഞിട്ട് അള്ളാന്റെ മുമ്പിൽ പടച്ചവനൊന്ന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് അത് കൊടുത്ത പ്രതിഫലവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സ്വതക്കയും ദാനധർമ്മങ്ങളും ചെയ്യാനുള്ള സമ്പത്ത് അല്ലാഹു തആല നൽകട്ടെ. പടച്ചവനോട് ചോദിച്ചോ, എന്ത്? എനിക്ക് സ്വതക്ക ചെയ്യണം, എനിക്ക് പാവങ്ങളെ സഹായിക്കണം റബ്ബേ, അതിനുള്ള സമ്പത്ത് കൊണ്ടാ. അള്ളാഹിനോട് ചോദിക്കുക, അല്ലാഹു തരട്ടെ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വിവരമില്ലാത്ത, ഒന്നും അറിയാത്ത, ദീനിനെ കുറിച്ചോ നിസ്കാരത്തെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ കൂടുതൽ ധാരണകളില്ല, സ്വതക്കയെ കുറിച്ച് ധാരണമില്ല, പക്ഷെ പാവങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അവന്റെ കയ്യിലേക്ക് വാപ്പ എടുത്തു കൊടുക്കും. അങ്ങനത്തെ ഒരാളാണ് അവനെ ആ പടച്ചു തമ്പുരാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നാലോ ആബിദ, ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ ചെല്ലുന്നവനാണ്. എന്നാലോ കയ്യിനകത്തുള്ളത് തിരിച്ചാർക്കും കൊടുക്കാറില്ലടാ. പടച്ചോൻ തന്നതിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കാറില്ല. എന്ന അവന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പാണ്. മനസ്സിലായോ? അല്ലാഹു തആല സമ്പത്ത് കുറെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഒന്നും കൊടുക്കൂല. വലിയ ആബിദാണ്, ഏത് സമയത്തും അള്ളാന്റെ മുമ്പിൽ ദിക്റും സ്വലാത്തും തസ്ബീഹിലുമാ, പക്ഷെ സ്വതക്ക കൊടുക്കാറില്ല. അവനല്ല പടച്ച തമ്പുരാൻ ഇഷ്ടം, പക്ഷെ ഇബാദത്തൊന്നുമില്ല. പക്ഷെ പാവങ്ങളെ കണ്ട അവന് വെറുതെ വിടില്ല.
എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അവന്റെ കയ്യിനകത്തേക്ക് കൊടുക്കും. അങ്ങനത്തെ മനുഷ്യൻ അവനെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഈ കാര്യമൊന്ന് കേട്ടു നോക്കൂ. അതാ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന സമയമുണ്ട്. വാപ്പാ, മരണമെന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യമുണ്ടല്ലോ. അതാ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊക്കെ ശരീരം ദുനിയാവിലുണ്ടോ ആ ശരീരം മുഴുവനും പടച്ചവനെ മരണത്തെ രുചിച്ചറിയുമെന്ന് അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതാ വിശുദ്ധമായ ഖുർആൻ നമ്മോടത് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഞാൻ മരിക്കുമല്ലോ, എന്നെ കേൾക്കുന്ന നിങ്ങളും മരണപ്പെടുമല്ലോ. നമ്മുടെ മക്കളും ഭാര്യയും കൂടപ്പിറപ്പുകളും എല്ലാവരും ലോകത്തോട് വിട പറയുകയാണ്. ഏത് സമയത്താ മരിക്കുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? എനിക്ക് കഴിയുമോ? ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും കഴിയില്ലല്ലോ. ഏത് സമയത്ത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പടച്ചവനെ, എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാ പടച്ചു തമ്പുരാന്, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് പടച്ചത് ഞാനാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഫിർഔൻ എവിടെ? അവനെ ഇന്ന് കാണാനുണ്ടോ? അതാ എൻ്റെ പ്രിയമുള്ളവരെ, മരണത്തിന്റെ അവസ്ഥ എത്ര അഹങ്കരിച്ചുകൊണ്ട് നടന്നവനായിക്കോട്ടെ, അവനെയും മരണമെന്ന് പറയുന്ന സത്യം പിടിപെടുകയാണ്. ആ മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അറിയാതെയാണ്, നമ്മളോട് പറയാതെയാണ്. ഏതൊരു അതിഥി വീട്ടിലേക്ക് വരുമ്പോഴും വിളിച്ചിട്ടാ മോനെ വരുന്നത്. എന്നാ നമ്മുടെ വീടിന്റെ ഉള്ളറയിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ മറ്റു മലക്കുകളും കടന്നു വരുമ്പോ വിളിച്ചു പറയുന്നില്ല, ഞാൻ ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്ന ദിവസത്തിലോ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമെന്ന് പറയാൻ അവിടുന്ന് അസ്റായീൽ മനസ്സ് കാണിക്കുന്നില്ല. എന്തേ അതിന്റെ കാര്യമെന്നറിയോ? ഏത് സമയത്തും വന്നുകൊണ്ട് വിളിച്ചു പോകാം, ഏത് സമയത്തും വരാം. ഏത് സമയത്താ വരുന്നത് അപ്പൊ പോകാൻ റെഡിയാകണല്ലോ. അല്ലാഹുവേ, അസ്റായീൽ കടന്നു വരുന്നത് ഒറ്റക്കല്ല എൻ്റെ പ്രിയമുള്ളവരെ, ഒരുപാട് സംഘമായിട്ടാ അസ്റായീൽ കടന്നു വരുന്നത്. കൈയും കാലും പിടിക്കാൻ ആളുകളുണ്ട്, ശരീരം പിടിച്ചു കേൾക്കാൻ മറ്റു മലക്കുകളുണ്ട്. ഒരുപാട് ആളുകളുമായിട്ട് മലക്കുകളുമായിട്ടാ അസ്റായീൽ നമ്മുടെ മുമ്പിലേക്ക് വരിക. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ടോ അല്ലാഹുവേ, പെരുവിരൽ നിന്ന് മറ്റു മലക്കുകൾ ഇങ്ങനെ പിടിക്കും. അവസാനം തൊണ്ടയിലാ പിടിക്കുന്നത് ആര്? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് അസ്റായീൽ പിടിക്കുക. അവസാനത്തെ വീപ്പെന്ന് നമ്മൾ പറയുമല്ലോ, അതാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിക്കുന്നത്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, മനുഷ്യൻ മരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാലോ നിങ്ങളുടെ വീട്ടിനകത്ത് കോഴിയെ നിങ്ങൾ അറുത്തിട്ടിട്ടില്ലേ? കോഴിയെ നമ്മൾ അറുത്തിട്ടാല് ആ കോഴി കടന്നിട്ട് പെടയുന്നത് കാണാറുണ്ട്, കയ്യും കാലും ചിറകൊക്കെ അടിച്ചിക്കുന്നത് കാണാറുണ്ട്. ഒരു പോത്തിന് അറുത്തിട്ട് ആ പോത്ത് അതിന്റെ കൈകാലുകൾ പെടഞ്ഞ് കൊടഞ്ഞ് മണ്ടുന്നത് നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? എന്നാ മനുഷ്യനെങ്ങാനും മരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ കൈകാലുകൾ അവിടെ നിന്ന് പെടഞ്ഞിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് കുട്ടിപ്പടഞ്ഞ രൂപത്തിൽ ഇങ്ങനെ പെടയുന്നത്, ആ മൃഗങ്ങൾ പെടയുന്നത് പോലെ നിങ്ങൾ കാണാറുണ്ടോ? ഒരിക്കലും കാണാറില്ല. എന്തേ അവന്റെ കൈകാലുകളൊക്കെ ഇങ്ങനെ ആരോ പിടിച്ചു വെക്കുന്നത് പോലെ കാണാൻ കഴിയും, ഇങ്ങനെ ഇങ്ങനെ പൊന്തുന്നത് കാണാൻ കഴിയും.
എന്തേ അതിന്റെ കാരണം? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സംഘവുമാ മോനെ റൂഹ് പിടിക്കുന്നത്. അങ്ങനെയാ നമ്മുടെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുന്നത്. അതാ റൂഹിനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ പടച്ചവനെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, അല്ലാഹ് തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ അറിഞ്ഞിട്ടില്ല ഭർത്താവ് മരിച്ചത്, ഭർത്താവ് അറിഞ്ഞിട്ടില്ല ഭാര്യ മരണപ്പെട്ടത്. രാവിലെ എണീക്കുമ്പോ റബ്ബി അവരെ വിളിക്കുമ്പോ എണീക്കുന്നില്ല. മോനെ അസ്റായീൽ കടന്നു വന്നിട്ടുണ്ട് റൂമില്, മറ്റു മലക്കുകൾ കടന്നു വന്നിട്ടുണ്ട്. തന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രിയതമയുടെ പ്രിയതമന്റെ റൂഹിനെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. നീ അറിഞ്ഞിട്ടുണ്ടടാ? നീ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടോ? നമ്മളാരും അറിഞ്ഞിട്ടില്ല. രാവിലെ എണീറ്റ് നോക്കുമ്പോ ഭാര്യ എണീക്കുന്നില്ല, അല്ലെങ്കിൽ വാപ്പ എണീക്കുന്നില്ല, ഉമ്മ എണീക്കുന്നില്ല, മക്കൾ എണീക്കുന്നില്ല. വിളിച്ചപ്പോ അതേപോലെ തന്നെ കിടക്കുക അല്ലേ? എത്ര മരണങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ. അല്ലാഹു തആല നല്ല മരണം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. എന്നാ ആ മരിക്കുന്ന സമയത്ത് നന്മയില്ലാത്തവനാ, ദുനിയാവിൽ വെച്ച് ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരുപാട് തെറ്റുകൾ ചെയ്ത് ജീവിച്ചവനാ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കെഞ്ചുന്ന കാര്യം എന്തെന്നറിയോ? റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അതാ പടച്ച തമ്പുരാനോട് പറയുകയാണ്, പടച്ചവനെ എനിക്കിതാ എന്റെ സമയത്ത് നിങ്ങളൊന്ന് നീട്ടിത്തരുമോ, എന്റെ സമയത്ത് നിങ്ങളൊന്ന് നീട്ടിത്തരുമോ അല്ലാഹ്. ഞാൻ നിസ്കരിക്കാമെന്നല്ല പറയുന്നത്, ഞാൻ നോമ്പെടുക്കാമെന്നല്ല പറയുന്നത്. ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാം അല്ലാഹ്, ഒരുപാട് സഹായങ്ങൾ ചെയ്യാം, ഒരുപാട് സ്വതക്ക കൊടുക്കാം, ഞാൻ സാലിഹീങ്ങളോട് കൂടെയാകാം അല്ലാഹ് എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ പടച്ചു തമ്പുരാനോട് കെഞ്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടോ അതാ ഇവിടെ നീ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ സ്വതക്കയുടെ പവരെന്ന് പറയുന്നത്. മരിക്കുന്ന സമയത്ത് പോലും സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് കെഞ്ചുന്നത്, മനുഷ്യൻ അവിടെ നിന്ന് കെഞ്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? മരിക്കുന്ന സമയത്തും പടച്ച റബ്ബിനോട് എന്താ ചോദിക്കുക? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ എനിക്ക് കുറച്ചും കൂടെ സമയം ഒന്ന് പിന്തിപ്പിച്ചു കൊണ്ട് അല്ലാഹ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വതക്ക ചെയ്യാം അല്ലാഹ്, പാവങ്ങളോട് കൂടെ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം അല്ലാഹ്, എന്റെ നന്മയുള്ളവരുടെ കൂടെ ആകാമല്ല, നന്മ ചെയ്യാമല്ല. ആദ്യം പറയുന്നത് പടച്ചോനെ ഞാൻ സ്വതക്ക ചെയ്യാം. അപ്പൊ അതാ പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത് സ്വതക്കയെ കുറിച്ചിട്ടാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ സ്വതക്കയുടെ ഒരു പവർ എത്രത്തോളമാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? എന്നാൽ സ്വതക്ക ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സ്വതക്കക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത് ആരാ? റസൂൽ ഒരു സ്വതക്ക ചോദിച്ച, ഒരു ദാനം പള്ളിക്ക് ദീനിന് മദീനത്ത് ഉണ്ടെന്ന് ചോദിച്ച ഓടി വന്നിരുന്നതാരാ? അതാ അവിടെ നിന്റെ പ്രിയമുള്ളവരെ മകാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ. അതാ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയിൽ വെച്ചിട്ട് മദീനയിലെ പള്ളിയിൽ ഇരുന്ന് കൊണ്ട് സ്വതക്ക ചോദിക്കാറുണ്ട്. ഉമറേ സ്വതക്ക വേണമല്ലോ, സിദ്ദീഖേ സ്വതക്ക വേണമല്ലോ. സ്വഹാബത്തിന്റെ മുമ്പിൽ ഓരോരുത്തരോടും പടച്ച റബ്ബേ സ്വതക്ക ചോദിക്കാറുണ്ട്. അതാ ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലെ പള്ളിയിൽ ഇരുന്ന് കൊണ്ട് സ്വതക്ക ചോദിക്കുകയാണ്. ആരാ ദീനിനെ സഹായിക്കുന്നത്, ആരാ ദീനിനോട് സഹകരിക്കുന്നത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് അവിടെ നിന്ന് ചോദിക്കേണ്ട താമസമതാ.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിചാരിച്ചു, ഇന്ന് സ്വതക്ക ചോദിക്കുമ്പോ പടച്ചവനെ എനിക്ക് ഏറ്റവും കൂടുതൽ മുമ്പിലെത്തണമല്ലോ. എന്നും സിദ്ദീഖ് തങ്ങളാ മുമ്പിലെത്താറുള്ളത്, സിദ്ദീഖ് തങ്ങളാ ഒന്നാമനാകാറുള്ളത്. എന്നാൽ ഇന്ന് എനിക്ക് മുമ്പിലാകണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത വാശിയായി. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പെടുക്കാൻ വീട്ടിലേക്ക് ഓടുകയാണ്. അതാ തന്റെ വീട്ടിൽ തന്റെ സമ്പത്തിന്റെ പകുതി എടുത്തുകൊണ്ട് വരികയാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാ, യാ ഉമർ ഇബ്നുൽ ഖത്താബ്, എന്തുണ്ട് ഉമറേ വീട്ടിനകത്തോ, എന്തുണ്ട് ഉമറേ വീട്ടിനകത്തോ? അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ അബഖൈതു ലി അഹ്ലിക, എന്റെ വീട്ടിൽ ഞാൻ ഇതുപോലത്തത് ബാക്കിയാക്കിയിട്ടുണ്ട്, എന്റെ അഹ്ലുകാർക്ക് പകുതി ഞാൻ വെച്ചിട്ടുണ്ട് നബിയെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ നോക്കുമ്പോൾ അതാ സിദ്ദീഖ് തങ്ങൾ കടന്നു വരികയാണ്. സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നപ്പോ സിദ്ദീഖ് തങ്ങളോടും ചോദിച്ചു, സിദ്ദീഖേ ഇനി എന്താ വീട്ടിനകത്തുള്ളത്, എന്താ ബാക്കിയാക്കിയിട്ടുള്ളതോ? അവിടുന്നതാ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് അബഖൈതുഹുമുല്ലാഹു വറസൂലുഹു, നബി എന്റെ വീട്ടിനകത്തുള്ളത് അങ്ങും അല്ലാഹും മാത്രമാ, എന്റെ വീട്ടിനകത്ത് ഇനി ഒന്നുമില്ല എന്ന് പടച്ചവനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. എന്നാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാ, ലാ ഉസാബികുക ബിലാ ശൈഇൻ അബദാ, ഒരു കാലത്തും ഒരു കാര്യത്തിലും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല സിദ്ദീഖേ. ഞാൻ നിങ്ങളെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്, സ്വതക്ക കൊണ്ട് മുന്നേറണമെന്ന് വിചാരിച്ചതാ, ഇനി അതിന് കഴിയില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സിദ്ദീഖ് തങ്ങളെ സ്വതക്ക കൊടുത്തു തന്നു നോക്കൂ. വീട്ടിനകത്തൊന്നും ബാക്കി വെച്ചിട്ടില്ല, എല്ലാം എടുത്തോണ്ട് പോന്നു, ദീനിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോന്നു. ഉമർ തങ്ങൾ പാതി വെച്ചു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിനകത്തുള്ള എല്ലാം എടുത്തോണ്ട് പോന്നു. ഉമർ തങ്ങളോട് ചോദിച്ചു, എന്തുണ്ട് ഉമറെ വീട്ടിൽ? ഇതുപോലെ തന്നെ ഇതിന്റെ പകുതി വീട്ടിലുണ്ട് നബിയെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അത് പറഞ്ഞിരിക്കുമ്പോഴാ സിദ്ദീഖ് തങ്ങൾ വരുന്നത്, എല്ലാം എടുത്തോണ്ട് പോന്നിരിക്കുക. അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു, സിദ്ദീഖേ വീട്ടിനകത്തിന് എന്താ ഇല്ലത്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ എന്റെ വീട്ടിനകത്ത് അള്ളാഹിന്റെ റസൂൽ മാത്രമാണ്, അവരെ തവക്കുൽ ചെയ്തിട്ട് വീട്ടിനകത്തുള്ള എല്ലാം എടുത്തോണ്ട് ഞാൻ പോന്നു നബിയെ. ഇതാ സിദ്ദീഖ്. അല്ലാഹു തആല മഹാന്മാരുടെ കൂടെ അല്ലാഹു സ്വർഗ്ഗത്തിലാക്കി തരട്ടെ. അല്ലാഹുവേ പടച്ചോനെ, അവരുടെ ഈമാനും നമുക്കില്ലടാ, അവിടെ നിന്ന് ഈമാൻ നമുക്കില്ല. പക്ഷേ ഉള്ള ഈമാന് കൊണ്ട് അള്ളാഹിനെ തിരിച്ചറിയാൻ കഴിയണം കേട്ടോ. മനസ്സിലായ? അള്ളാഹിനെ തിരിച്ചറിയാൻ റബ്ബ് നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നമ്മൾ സ്വതക്ക ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് സമ്പത്ത് കയ്യില്ല, ഒരാൾക്ക് എങ്ങനെയാ അവൻ ചെയ്യേണ്ടത്? അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാന ലഹു മാൽ, ഒരാൾക്ക്
ഒരാൾക്കിനി സമ്പത്ത് കൊണ്ട് പടച്ചവനെ അവനക്ക് സമ്പത്ത് കൊണ്ടാണ് സ്വതക ചെയ്യാൻ കഴിയുന്നതെങ്കിൽ, ഒരുപാട് സമ്പത്ത് പടച്ചു തമ്പുരാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫൽയതസദ്ദഖ് ബിമിൻ മാലിഹി അതായാൾ അവന്റെ സമ്പത്ത് കൊണ്ട് പടച്ചവനെ അവിടുന്ന് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യട്ടെ. അവൻ സമ്പത്ത് കൊണ്ട് അവന്റെ സമ്പത്ത് കൊണ്ട് അവൻ മറ്റുള്ളവരെ സഹായിക്കട്ടെ, സ്വതക ചെയ്യട്ടെ. വമൻ കാന ലഹു ഖുവ്വാ, ഇനി ഒരാൾക്ക് അവിടുന്ന് സഹായിക്കാൻ കഴിയുന്നത് അവന്റെ ശക്തി കൊണ്ടാണ്, ആരോഗ്യം കൊണ്ടാണെങ്കിൽ, ഫൽയതസദ്ദഖ് മിൻ ഖുവ്വതിഹി, അവൻ അതുകൊണ്ട് അവിടുന്ന് അവൻ മറ്റുള്ളവരെ സഹായിച്ചു കൊള്ളട്ടെ. വമൻ കാന ലഹു ഇൽമുൻ, ഇനി ഒരാൾക്ക് ഇൽമ കൊണ്ടാണ് അവനിക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നത്, എന്നാൽ ഫൽയതസദ്ദഖ് മിൻ ഇൽമിഹി, അവന്റെ ഇൽമ കൊണ്ട് അറിവ് കൊണ്ട് അവൻ പാവങ്ങളെ മറ്റുള്ളവർക്ക് സഹായം നൽകട്ടെ എന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്താൻ. മോനെ, മരിക്കൂലടാ, ദുനിയാവിൽ ജീവിക്കുന്ന ഏതൊരാളും മരിക്കൂലേ എന്നാ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നീ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നീ സ്വതക്ക കൊടുത്താൽ ഇന്ന സ്വദഖത ലതുതഅഹു അളബർ റബ്ബ്, അത് അള്ളാഹുവിന്റെ കോപത്തെ അവിടുന്ന് കെടുത്തിക്കളയുന്നതാണ്. മാത്രമല്ല അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോനെ, ആ സ്വതക്കയുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ അള്ളാഹുവേ നല്ല മരണം നിനക്ക് തരും. ചീത്ത മരണത്തിൽ നിന്ന് അള്ളാഹു തആല നിന്നെ കാത്തിരക്ഷിക്കും. ഒരാൾ സ്വതക്ക ചെയ്ത പടച്ചു തമ്പുരാൻ അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദേശത്തിൽ നിന്ന് അവന് പുറത്താ. റബ്ബിനോട് അവനിക്ക് ഇഷ്ടവാ, തിരിച്ചും ഇങ്ങനെ തന്നെ റബ്ബിനും അവനെ ഇഷ്ടവാ. മാത്രമല്ല അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ പറഞ്ഞത് സ്വതക്ക ചെയ്യുന്നതിൻ്റെ പ്രതിഫലമാണ്.